നാട്ടിലെ ഇടത് വലത് പുരോഗമന സിംഹങ്ങളുണ്ടല്ലോ, ഈ ഈക്വാലിറ്റിയെ കുറിച്ചും സ്ത്രീ സമത്വത്തെക്കുറിച്ചും ഒക്കെ മൈക്കിന് മുന്നിൽ തൊണ്ട പൊട്ടുമാറി പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടതൊന്നും കേരളത്തിലെ പെണ്ണുങ്ങളെ മുഴുവൻ ഇവർ നാളെ മുഖ്യമന്ത്രിയാക്കുമെന്ന. മുഖ്യമന്ത്രി പോയിട്ട് ഒരു സ്ഥാനാർത്ഥിയെങ്കിലും ആക്കുന്നുണ്ടോ? അതെ, ഇത്തവണത്തെ ആ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് എടുത്തു നോക്കൂ. എവിടെ പോയി ആ ആവേശം? LDF-ലും UDF-ലും ഒക്കെ കൂടി തപ്പി നോക്കിയാൽ ഒന്നോ രണ്ടോ സ്ത്രീകളെ കിട്ടിയ ഭാഗ്യം. നമ്മുടെ ശൈലജ ടീച്ചറെയൊക്കെ ഇത്തവണ മുഖ്യമന്ത്രി ആക്കുമോ? അതോ പണ്ട് ഗൗരിയമ്മയെ ഒതുക്കിയ പോലെ സൈഡിലേക്ക് മാറ്റുമോ? ഫസ്റ്റ് ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി അല്ലേ? എപ്പോഴോ ഒതുക്കിയില്ലേ? ഇവിടെയാണ് നമ്മൾ NDAയുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കേണ്ടത്. ശോഭ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ, R ശ്രീലേഖ, നവ്യ ഹരിദാസ്, ML അശ്വിനി, അങ്ങനെ പേരുകൾ നീളുകയാണ്. വെറും വോട്ട് പിടിക്കാൻ വേണ്ടിയല്ല, ഭരിക്കാൻ തന്നെ പെണ്ണുങ്ങളെ മുന്നിൽ നിർത്തുന്ന ചങ്കൂറ്റം. ഇതിനെയാണ് പുരോഗമനവാദികളെ നാരീ ശക്തി എന്ന് വിളിക്കുന്നത്. ആരുടെയും ഔദാര്യമല്ല, അവകാശമാണെന്നാണ് കേന്ദ്രം പഠിപ്പിക്കുന്നത്. അവിടെ ചേർത്ത് പിടിക്കുമ്പോൾ ഇവിടെ അടിച്ചൊതുക്കാൻ നോക്കുകയാണ്. അതാണ് വ്യത്യാസം. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, കണക്കുകൾ നോക്കിയാലും മനസ്സിലാകും. ലോക്സഭയിലും നിയമസഭയിലും സ്ത്രീകൾക്ക് 3-1 സംവരണം ഉറപ്പാക്കി നാരീ ശക്തി വന്ദൻ അധിനിയമം കൊണ്ടുവന്നത് ചരിത്രമാണ്. ജോലി ചെയ്യുന്ന അമ്മമാർക്ക് പ്രസവാവധി 12 ആഴ്ചയിൽ നിന്നും 26 ആഴ്ചയാക്കി വർദ്ധിപ്പിച്ചു. ഇതിലും വലിയൊരു ആശ്വാസം വേറെ എന്തുണ്ട്? മാതൃവന്ദന യോജന വഴി മാത്രം 10 ലക്ഷം അമ്മമാർക്കായി 444.10 കോടി രൂപ നേരിട്ടെത്തിച്ചു. ഇടനിലക്കാരില്ല, അഴിമതിയില്ല. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിലും സുരക്ഷയിലും മോദി സർക്കാർ കാണിക്കുന്ന ഈ കരുതൽ നമ്മുടെ കേരളത്തിലും അനിവാര്യമാണ്. അർഹമായ ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവരിലേക്ക് നേരിട്ടെത്തുന്ന ഒരു ഭരണം ഇവിടെയും വരട്ടെ. സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണ്ട, അതിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് കേട്ടാൽ പലർക്കും ദഹിക്കില്ല. ഇപ്പൊ തുടങ്ങും ചൊറിച്ചില്. എന്തെങ്കിലും പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ.